വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദേവൻ വീലി വ്ളോഗ്സ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ അതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നേരെ കിച്ചണിലോട്ട് പോവാം. അപ്പോൾ അമ്മേ, ചിക്കൻ ഫ്രൈക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്? ആദ്യം തന്നെ ചിക്കൻ വേണം. ഓക്കെ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ചിക്കൻ മസാല, പിന്നെ ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുരുമുളക് പൊടി, തൈര്, കോൺഫ്ലവർ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, വറക്കാൻ വേണ്ടുന്ന എണ്ണ, പിന്നെ കുറച്ച് കറിവേപ്പില വെച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അമ്മ ഇതൊക്കെ മിക്സ് ചെയ്യാൻ പോകണോ? എങ്ങനെയാ? ആദ്യമായിട്ട് നമുക്ക് ഇതിന് ആവശ്യത്തിന് വേണ്ടുന്ന മുളക് പൊടി, ഓക്കെ, എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ എത്ര സ്പൂൺ എടുക്കുന്നുണ്ട്? ഒരു 3 സ്പൂണോളം ചേർക്കുന്നുണ്ട്. ഓക്കെ. അധികം എരിവില്ലാത്തതാണ്. പിന്നെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഓക്കെ. ഇനി എന്താണ്? ഗരം മസാല, ഓക്കെ. ഇനി എന്താണ്? ചിക്കൻ മസാല, ഓക്കെ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഓക്കെ, കോൺഫ്ലവർ, തൈര്. ഓക്കെ ഗൈസ്, ഇനി നമ്മൾ മിക്സ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇത് നമ്മൾ ഉപ്പ് ചേർത്തില്ല. ഉപ്പ് ചേർത്തില്ലേ? ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഗൈസ്, അവിടെ അപ്പുറത്ത് പീലി ഉണ്ട് കേട്ടോ. അതാണ് കേട്ടോ ചേട്ടൻ സൗണ്ട് വെക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് കാണാവേ. എന്താ അമ്മേ, പെരുജീരകം ചേർത്തില്ലേ? ഇല്ല, പെരുംജീരകം ചേർക്കാൻ മറന്നുപോയി. കുറച്ച് പെരുംജീരകം കൂടെ ചേർക്കാവേ. പിന്നെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ഗൈസ്, മിക്സ് ചെയ്തിട്ട് കാണാവേ. മിക്സ് ചെയ്ത് കഴിഞ്ഞില്ലേ, ഇനി എന്താ പരിപാടി? ഇനിയിപ്പോ ഇത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഒന്നുകിൽ ഫ്രിഡ്ജിൽ വെക്കാം, അല്ലെന്നുണ്ടെങ്കിൽ പുറത്ത് ഒരു അരമണിക്കൂർ വെക്കാം. ഓക്കെ. നമുക്ക് പുറത്ത് ഒരു അരമണിക്കൂർ ഇത് വെക്കാം ഗൈസ്. ഓക്കെ. അപ്പം ചിക്കൻ എല്ലാം ഇവിടെ മസാലയൊക്കെ പിടിച്ച് സെറ്റ് ആയിട്ടുണ്ടല്ലേ? ഒരു അരമണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച്. ഓക്കെ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ. അടുപ്പ് കത്തിക്കാം. ഓക്കെ, അതുകൊണ്ട് അടുപ്പ് കത്തിക്കാം കേട്ടോ. പിന്നെ പീലി അപ്പുറത്ത് വീഡിയോ കാണുന്നുണ്ട് ഗൈസ്, അതാണ് കേട്ടോ സൗണ്ട്. ഗൈസ്, ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇനി ചൂടായിട്ട് കാണാം. അപ്പോൾ ഗൈസ്, ചൂടായിട്ടുണ്ട്. ഇനി അമ്മ എണ്ണ ഒഴിക്കുകയാണ്. വറക്കാൻ ആവശ്യത്തിനുള്ള എണ്ണയാണ് ഒഴിക്കുന്നത്. ഓക്കെ. അത്യാവശ്യം മുങ്ങിക്കിടക്കണം. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അമ്മേ, പിന്നെ ഈ ചിക്കന് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ? അല്ലെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന നോർമൽ ചിക്കൻ ആണോ? അതെ, നമ്മൾ സാധാ വെളിച്ചെണ്ണയ്ക്കകത്തിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന സാധാ ചിക്കൻ ഫ്രൈ ആണ്. ഓക്കെ ഗൈസ്, അപ്പം സ്പെഷ്യാലിറ്റി ഒന്നുമില്ല, നോർമൽ ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ ഗൈസ്, ഇതാണ്ട് കണ്ടില്ലേ, എണ്ണയൊക്കെ നല്ല അടിപൊളിയായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി എന്താ അമ്മ ചെയ്യുന്നത്? ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ. എണ്ണ ചെറുക്കിയൊന്ന്. എണ്ണ നല്ലോണൊക്കെ ചൂടായിട്ടുണ്ട് ഗൈസ്. എണ്ണയിലേക്ക് വീണപ്പോൾ തന്നെ ഒരു ഇതുണ്ട്, സ്പെഷ്യൽ മണമുണ്ട്. നല്ല സ്മെല്ലടിക്കുന്നുണ്ട് ഗൈസ്. പിന്നെ നാടൻ ചിക്കൻ ഫ്രൈ അല്ലേ? അതെ. ഓക്കെ ഗൈസ്, പിന്നില്ലേ പീരിയുടെ സൗണ്ട് കേൾക്കുന്ന ഇടയ്ക്കിടയ്ക്ക് നമ്മളെ വിളിക്കുന്ന കേട്ടോ. ഇപ്പൊ സൗണ്ട് കേട്ട്. അപ്പൊ എണ്ണയിൽ കിടന്ന് ഇനി നല്ലതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. ഇപ്പൊ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിരിക്കുക. ഇത് ഒരു
5 സെക്കൻഡ് കൂടെ കഴിയുമ്പോഴത്തേക്ക് നമ്മളിത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റും. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ കിടന്ന് ഇത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. ഗൈസ് പിന്നെ അമ്മ മീഡിയം ഫ്ലെയിമിലോട്ട് ഇടുക കേട്ടോ. ഇനി എന്തോ അമ്മ ചെയ്യുന്നേ? നമ്മൾ കറിവേപ്പില എടുത്ത് വെച്ചിട്ടില്ലേ, ആ, അത് ഇതിന്റെ പുറത്ത് കുറച്ച് നമുക്ക് തൂവി കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മുടെ കറിവേപ്പില ഇട്ടിട്ടുണ്ട്, അതും കൂടി ഇനി ഫ്രൈ ആയിട്ട് വരട്ടെ. അപ്പോൾ ഗൈസ് നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഈ എന്തുവാ കിച്ചണിൻ്റെ അകത്ത് ഫുള്ള് സ്മെല്ലടിക്കുന്നുണ്ട് കേട്ടോ. നല്ല സ്മെല്ലുണ്ട്, കണ്ടില്ലേ? നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയിട്ട് വരുന്നുണ്ട് നമ്മുടെ ചിക്കൻ. അമ്മേ ഫ്രൈ ആയോ അമ്മേ? ഫ്രൈ ആയി വന്നിട്ടുണ്ട്, നല്ലതായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ഇനിയിപ്പോൾ എണ്ണയിൽ നിന്ന് മാറ്റാവേ. അപ്പോൾ ഗൈസ് പീരി അവിടെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് ചിക്കൻ ഫ്രൈ എടുക്കാൻ പോവാണേ. അതാണല്ലേ, നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ ആണ്. ഇതിട്ടതിന് ശേഷം അപ്പം നല്ല ടേസ്റ്റി ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ റെഡി. ഓക്കെ ഗൈസ് ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ. ഗൈസ് നല്ല ജ്യൂസി ചിക്കൻ ഫ്രൈ ആണ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ നിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ. സൂപ്പർ ടേസ്റ്റ് ആണ്. നല്ല മസാലയെല്ലാം നല്ലോണം പിടിച്ചിട്ടുണ്ട്. നല്ല ജ്യൂസി ചിക്കനാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.